പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് ബുധനാഴ്ചയാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വരാം. കർത്താവേ, ഇന്ന് അന്നു വേണ്ട ആഹാരം പോലെയാണ് ഈശോയെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന. ഇന്നത്തെ മുഴുവൻ ആവശ്യങ്ങൾ കർത്താവെ പ്രാർത്ഥിക്കാൻ ചില സമയത്ത് വചനം കിട്ടാത്തവരുണ്ട്, പ്രാർത്ഥിക്കാൻ മനസ്സ് കിട്ടാത്തവരുണ്ട്, മനസ്സ് ഇടിഞ്ഞു പോയവരുണ്ട്. അവരെ എല്ലാവരും താങ്ങി നിർത്താൻ വേണ്ടിയാണ് ഈശോയെ ഈ പ്രാർത്ഥന ഞങ്ങൾ പ്രഭാതത്തിൽ അങ്ങയുടെ ദിവസം അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. കർത്താവ്, ഇപ്പോഴും അങ്ങയുടെ ദിവസത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവരാരായാലും ശിരസ് നമിച്ച് നിൽക്കുന്ന മക്കള്, കൈകൾക്കൊപ്പി നിൽക്കുന്ന മക്കള്, അങ്ങയുടെ ദിവസം അങ്ങേ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ വാഗ്ദാനത്തിൻ്റെ ആത്മാവിനെ ചൊരിയിടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ആ മക്കളിലേക്ക് ഇറങ്ങി വസിക്കണമേ. കർത്താവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ആവസിക്കട്ടെ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്കറിയത്തില്ല. അവാച്യമായ നെടുവിൽപ്പന ആത്മാവ് തന്നെ മാധ്യസ്ഥം വഹിക്കുമെന്ന് പറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പറ്റാത്ത, പ്രാർത്ഥിക്കാൻ കേൾപ്പില്ലാത്ത, കഴിവില്ലാത്ത എല്ലാ മക്കൾക്കും പ്രത്യേക കഴിവ് നൽകി അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കുന്ന ഈശോയെ പ്രാർത്ഥിക്കുക. കർത്താവ്, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുന്ന നിത്യവും നിങ്ങളുടെ ആയിരിക്കാൻ മറ്റൊരാശ്വാസത്തിന് അയച്ചു തരികയും ചെയ്യുന്നു. അലസ കർത്താവെ, അങ്ങയുടെ മക്കൾ ഒറ്റപ്പെട്ടു പോയി ഏകാകികളായി, ആരുമില്ല, ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല, എല്ലാവരും കൈ ഒഴിഞ്ഞെന്ന് തോന്നുന്ന അവസ്ഥകളിൽ കർത്താവെ, പലപ്പോഴും പുറത്താണ് ജീവിക്കണമെങ്കിലും വെന്റിലേറ്ററിലുള്ള രോഗികളെപ്പോലെ ആകുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവർ പുറത്താണ് ജീവിക്കുന്നത്, വീട്ടിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നാട്ടിലാണ് ജീവിക്കുന്നത്. പക്ഷേ മറ്റുള്ളവർ പലരും അവരെ കൈയൊഴിഞ്ഞ പോലെ അവർ വെന്റിലേറ്റർ രോഗികളെപ്പോലെ ആയിപ്പോയിട്ടുണ്ട് ഈശോയെ. അങ്ങനെയുള്ള മാനസികാവസ്ഥ ഉള്ളവരെ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ ഈ കറുത്ത കാലത്ത് കർത്താവെ, കെട്ട കാലത്ത് കർത്താവെ, അങ്ങ് അവിടെ കൈ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ അവർക്ക് വേണ്ടി സഹോദര ബുദ്ധിയ കർത്താവ് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവ്, സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവിൽ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴീശോയും ഞങ്ങളെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയാത്തവരും പ്രാർത്ഥന കിട്ടാത്തവരും പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ആ പ്രാർത്ഥനയുടെ ഒരു പ്രത്യാശയില്ലാത്ത എല്ലാ
മക്കളെയും ഞങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവെ ഈ പ്രാർത്ഥന ഭാഗമാക്കിക്കൊണ്ട് കർത്താവെ അങ്ങയുടെ തിരുസനി സമർപ്പിക്കുന്ന കർത്താവെ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കുരിശിൻ്റെ ശക്തി കർത്താവ് ഉത്ഥിതനായ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അടയാളമായി അവശേഷിപ്പിക്കുന്ന അടയാളമായ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു. എൻ്റെ കർത്താവിനുമായി നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജോലികൾ ആസ്വദിക്കപ്പെടട്ടെ. നിങ്ങളുടെ യാത്രകൾ ആസ്വദിക്കപ്പെടട്ടെ. നിങ്ങളുടെ സംസാരങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ. നിങ്ങളുടെ കൊടുക്ക വാങ്ങുന്ന വിനിമയങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ. നിങ്ങളുടെ സൈനുകൾ രജിസ്ട്രേഷൻസ് ആസ്വദിക്കപ്പെടട്ടെ. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും സംസാരിക്കുന്ന വ്യക്തികളും തീരുമാനങ്ങളും പങ്കെടുക്കുന്ന സമ്മേളനങ്ങളും പോകുന്ന മീറ്റിങ്ങുകളും ആസ്വദിക്കപ്പെടട്ടെ. ഈ കർത്താവ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഏത് വാഹനത്തിൽ കയറുന്നു, ഏത് വാഹനം ഉപയോഗിക്കുന്നുവോ ആ വാഹനം അന്ത്യം വരെ നിങ്ങൾ സുരക്ഷിതരായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്തിച്ചേരട്ടെ. തിരിച്ച് ആ വാഹനങ്ങൾ തന്നെ ഏത് വാഹനങ്ങൾ വന്നാലും അവിടെയെല്ലാം കർത്താവിൻ്റെ ദൂതൻ നിങ്ങൾക്ക് അകമ്പടി സേവിക്കുകയും കർത്താവ് നിങ്ങളുടെ വഴികളിൽ അവിടെ നിനക്ക് തുണയാകുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായ കർത്താവ് കണ്ണിന് കരുപ്പുള്ളവർ കാണിക്കുന്നുണ്ട്, മൂക്കിന് ദശ വളർന്നവർ കാണിക്കുന്നുണ്ട്, ചെവിക്ക് കേൾവിക്കുള്ളവർ കാണിക്കുന്നു, തൊണ്ടയ്ക്ക് മുഴുവനുള്ളവരെ കാണിക്കുന്നു, ഉച്ച ഉള്ളംകാലം വരെ ആന്തരിക രോഗങ്ങൾ അവയവങ്ങൾക്കുണ്ടാകുന്ന മുഴുവൻ രോഗങ്ങൾ യേശു ക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ടവരുടെ അടിപ്പെട്ട പോലെ വൈതാക്കാലം ദൈവികമായ ശക്തിയാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് ഇടിഞ്ഞതാണെങ്കിൽ ഇപ്പോൾ ദൈവികമായ ശക്തി ഇടിച്ചിറങ്ങിക്കൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മൾ ഇന്ന് ചിലപ്പോഴുണ്ടല്ലോ മക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ മെസ്സേജ് ചില സമയത്ത് നമ്മളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ആസ്തി ഭദ്രതകൾ, അതിൻ്റെ കായബലം, അതിൻ്റെ കാശ് ബലം ചിലപ്പോൾ നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ഇത് ജയിക്കുക നമ്മൾ ചെയ്യുക, നമ്മളിത് കരയേറുക, അതാ അവർ നമ്മളെ നശിപ്പിച്ച് കളയുക, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതുപോലെ ഇസ്രയേൽ രാജാവിനും യൂദയായ രാജാവിനും ഏതോൻ രാജാവിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അവരുടെ കൺഫ്യൂഷൻ വെച്ചാൽ അവർ മൊവാബുമായിട്ട് യുദ്ധത്തിന് പോവുകയാണ്. മൊവാബിയർ അറിയാവില്ല, ഫസ്റ്റ് പാർട്ടിയാണ്. ജൂഡിറ്റൊക്കെ മൊവാബുകാരത്തിയാണ്. അങ്ങനെ 1-2 ആൾക്കാർക്ക് മൊബൈൽ അടിപൊളി പാർട്ടിയുള്ളത്, ബാക്കിയെല്ലാം ലോകത്തിൻ്റെ പെമ്മക്കളുടെ മക്കളാണേ. അപ്പം മനസ്സിലായി, കാര്യം മനസ്സിലായില്ലേ? അപ്പം ആ കക്ഷികളുമായിട്ട് ഒരു യുദ്ധത്തിന് പോവുകയാണ്. പക്ഷേ അവർ ഭയങ്കര സൈന്യമാണ്. ഇസ്രയേലും യൂദയായും ഏതോ കൂടി ഒരുമിച്ച് കൂടിയിട്ട് പോരും. അവർ 7 ദിവസം യാത്ര ചെയ്തപ്പോൾ തന്നെ അവരുടെ ഒട്ടകം വരെ അതിൻ്റെ പൂഞ്ഞ പിളർന്ന് വെള്ളം കുടിക്കേണ്ട അവസ്ഥ വന്നു. തളർന്ന് വെള്ളവും പോയി, ഭക്ഷണം തീർന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, കർത്താവ് അവരുടെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് പോണത്. നമ്മൾ യുദ്ധം ജയിക്കുക, ഒരു ഐഡിയയും ഇല്ല. ദേ ലോസ്റ്റ് ദെയർ മെറിറ്റ്. അതാണ് ബൈബിൾ എപ്പോഴും പറയുന്ന സംഭവമാണ്. എപ്പോഴും മെറിറ്റ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അപ്പോഴും ദൈവം വരുന്നതിൻ്റെ ആദ്യത്തെ സൂചന, ദൈവം ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിൻ്റെ യോഗ്യത എപ്പോഴെങ്കിലും ബ്ലോക്ക് ആകുമ്പോഴും ബ്രേക്ക് ആകുമ്പോഴും ഓർക്കുക, കർത്താവ് വെളിപ്പെടുത്തുണ്ട്. വി ക്യാൻ റീഡ് ഇറ്റ്. രാജാക്കന്മാർ 3:15-16-17. ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ഇസ്രായേൽ രാജാവും യദോൻ രാജാവും അതുപോലെ തന്നെ യൂദയ രാജാവും കൂടി പോയി മോഹനോട് യുദ്ധം ചെയ്യല്ലേ. അവൻ പോവുകയല്ലേ, പോയ വഴിക്ക് ഭക്ഷണം വരെ തീർന്നു പോയില്ല. അപ്പം തോക്കൊന്ന് ഉറപ്പായി. അപ്പോൾ പറയും നമ്മൾ തോക്ക് പോയില്ല, അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒരുത്തൻ പറയും ഇവിടെ ഒരു പ്രവാചകനുണ്ട്. ആരാണ്? ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനാണ്. ആരാണ്? എലീശയ. അവനല്ലേ ദൈവത്തിൻ്റെ വാക്ക്, അവൻ്റെ വചനമുണ്ടെന്ന് പറയും. അവൻ്റെ വചനമുണ്ട്. അപ്പോൾ വചനം ഉണ്ടെന്ന് പറയണത് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവൻ്റെ വചനമുണ്ട്, നമുക്ക് അവനോട് ചോദിക്കാം കർത്താവ് എന്ത് പറയണമെന്ന്. അങ്ങനെയാണ് ഇവരെ വിളിക്കുക. അപ്പോൾ എലീശ പറഞ്ഞു, ഞാൻ വചനം പറയാം, അതിന് മുമ്പ് നിങ്ങൾ ഗായകനെ വിളിക്കാൻ പറയും. ഗായകൻ വന്നിട്ട് തമ്പുരും വീണയും മീട്ടി പാടാൻ പറയും. അപ്പോൾ ഗായകൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ അനോയിൻറ്റഡ് ആകും. അപ്പോൾ അനോയിൻറ്റഡ് ആയി കഴിയുമ്പോൾ ഇവൻ പറയും. എന്താ അവൻ പറയണത്? വായിച്ചേ. അവൻ പറഞ്ഞു ആര്? എലീശ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാകത്തില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. ഇത് ഏറ്റവും വലിയ വാക്ക്. ഇത് ഭയങ്കരമാണല്ലോ എന്നാണ് ഇവർ പറഞ്ഞത്. നമ്മൾ മോവാബിയുടെ കയ്യിൽ അകപ്പെടാൻ പോവുകയാണ്, നമുക്ക് തന്നെ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ ഈ അവസ്ഥ ഭയങ്കരമാണല്ലോ എന്നാണ്
അവർ പറയണത്. പക്ഷേ എലീശാ പറയണത് കർത്താവിനിത് നിസ്സാരമാണെന്ന്. ഭയങ്കരമാണേ. അപ്പം നിങ്ങൾക്ക് തോന്നും, നമ്മുടെ അവസ്ഥ ഭയങ്കരമാണല്ലോ, വീടുമില്ല, സ്ഥലവുമില്ല, രോഗവും മാറണില്ല, മകളെ കെട്ടിക്കാനും പറ്റണില്ല, കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുമില്ല, ഇത് അവസ്ഥ ഭയങ്കരമാണല്ലോ എന്ന് പറയുമ്പോൾ നീ ഈ ഭാഗമെടുത്ത് വായിക്കണം. എന്താണ്? കർത്താവിനിത് നിസ്സാരമാണ്. അപ്പം എന്താണ്? നിൻ്റെ അവസ്ഥയിലേക്ക് കർത്താവിനെ വിളിക്കാൻ വേണ്ടി ഒരു സമ്മർദ്ദം മാത്രമാണ് സഹനം. അതുകൊണ്ട് സന്തോഷമായിരിക്കുക. കർത്താവിന് നിൻ്റെ ജീവിതത്തിൻ്റെ ഭയങ്കരമായ അവസ്ഥകൾ എടുത്തു മാറ്റാൻ നിസ്സാരമാണ്. നീ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, അവൻ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ട്, ഉടമ്പടി പ്രകാരം ജീവിച്ചുകൊണ്ട് നീ മുന്നേറുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉടമ്പടിയിലൂടെ എത്ര നയചാതുര്യത്തോടു കൂടിയാണ് ദൈവസാന്നിധ്യത്തിൻ്റെ സംലഭ്യത നമ്മുടെ നിലപാട് കൊണ്ട്, നയങ്ങൾ കൊണ്ട്, സമീപനങ്ങൾ കൊണ്ട് ലഭ്യമാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നോഹൗ, അതിൻ്റെ ഒരു ജ്ഞാനസൂത്രമാണ് പലപ്പോഴും ഉടമ്പടി ധ്യാനത്തിലൂടെ കർത്താവിൻ്റെ കൃപയാൽ കൈമാറപ്പെടുന്നത്. അതുകൊണ്ട് ഒരു ആധ്യാത്മിക സാങ്കേതികമായിട്ടുള്ള ഒരു സ്പിരിച്വൽ തിയോളജി ആണ്, ആധ്യാത്മിക ശാസ്ത്രമാണ് ഉടമ്പടിയിൽ നമ്മൾ ധ്യാനത്തിന് വിഷയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഉടമ്പടിയിലെ വിഷയങ്ങൾ നമുക്ക് സമയബന്ധിതമായിട്ട് അതിനെ സാക്ഷികളായി, അത് നേടി സാക്ഷികളായി മാറാൻ പറ്റും, അതാണ് ഉടമ്പടി ധ്യാനം അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ധ്യാനത്തില് ഞങ്ങൾ എപ്പോഴും കൂടിയാലും പങ്കെടുത്താലും ധ്യാനത്തിന്റെ അന്തർധാരകളെ അഭിഷേകമായി അറിയുവാനുള്ള കൃപയാൽ ഞങ്ങളെ നിറക്കണം. ക്ലോസ്യ 2:2 ലേഖനമനുസരിച്ച് കർത്താവേ, ക്രിസ്തുവാകുന്ന രഹസ്യത്തിൽ ഞങ്ങൾക്ക് ലളിതമായി ആത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഞങ്ങളെ ക്രിസ്തുവിലെ പ്രബുദ്ധരാക്കി മാറ്റണമേ. അപ്പോസ്തലന്മാരെ പോലെ ലഭ്യമായ കാലങ്ങളിലെ യേശുവിനെ ഏറ്റുപറയാനുള്ള പ്രത്യേക കൃപയാൽ ഞങ്ങളെ ശക്തീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ധ്യാനത്തിലൂടെ അന്വേഷിക്കുന്നത് എങ്ങനെ വാഗ്ദാനം, ദൈവത്തിൻ്റെ വാഗ്ദാനം എങ്ങനെ പ്രാപിക്കാം, അഥവാ ദൈവവാഗ്ദാനം നമുക്കറിയാമല്ലോ. അതായത് എന്തുകൊണ്ടാണ് വാഗ്ദാനത്തെക്കുറിച്ച് പറയുന്നത്? നമുക്കുള്ള എല്ലാ ദാനങ്ങളും, ഒരു മനുഷ്യൻ്റെ മെയിൻ്റെനൻസ്, ഭൗതികമായ അവൻ്റെ മെയിൻ്റെനൻസിന് ആവശ്യമായ എല്ലാ ദാനങ്ങളും സുവിശേഷം അതിനെ വാഗ്ദാനം എന്നാണ് പറയണത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ദാനങ്ങൾ വാക്കിൻ്റെ ഉള്ളിലൂടെ നൽകുന്നതിനാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദാനങ്ങളുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു പദ്ധതിയാണ്, പ്രാർത്ഥനയാണ്, പക്ഷെ ഒരു പ്രാർത്ഥന പദ്ധതിയാണ്. പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്? ഈ വാക്കിലുള്ള ദാനങ്ങളെ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ദാനങ്ങൾ വാക്കിലുണ്ട്. ഈ വാക്കിലുള്ള ദാനങ്ങളെ വിശ്വസിച്ചും സ്നേഹിച്ചും പ്രത്യാശിച്ചും അതിനുവേണ്ടി കഷ്ടതകൾ സഹിച്ചും, അങ്ങനെ വ്യത്യസ്തമായ മാർഗങ്ങളാണ് ബൈബിളിലുള്ളത് വാഗ്ദാനങ്ങളെ പ്രാപിക്കാനുള്ള. അപ്പോൾ ചെറുതും വലുതുമായ വാഗ്ദാനങ്ങളുണ്ട്. ചെറിയ വാഗ്ദാനങ്ങൾക്കൊക്കെ വിശ്വാസം മതിയാവും. വിശ്വാസം ഇപ്പോൾ നമ്മൾ ഗലാത്യർ 4-ാം അധ്യായമില്ലേ, 3-ാം അധ്യായം, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 22-ാമത്തെ തിരുവചനം അല്ലേ? എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൻ്റെ കാര്യം, പാപമെന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ഈശോയുടെ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവം ഈ പാപം എന്ന് പറയുന്ന വിഷയം എല്ലാവരും ബാധിക്കുന്നതാണ്. അല്ലേ? മനുഷ്യത്വത്തിനെതിരായി ചെയ്യുന്നതെല്ലാം പാപമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചില്ലേ, അപ്പോൾ അവൻ്റെ ആ മനുഷ്യത്വം എന്നുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മൃഗങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതല്ല മനുഷ്യരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം മനുഷ്യത്വത്തിനെതിരായി ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും പാപമാണ്. അപ്പോൾ ഈ മനുഷ്യത്വം എന്ന് പറയുമ്പോൾ അവൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് അനിവേക്ഷണമായി ഓരോരോ കാലങ്ങളിലെ മനുഷ്യത്വം വ്യത്യസ്തപ്പെട്ടിരിക്കും, അല്ലേ? ഇക്കാലങ്ങളിലുള്ള മനുഷ്യത്വം എന്ന് പറയുന്നത് ശരിക്കും
ഇത്രയും നാൾ മനുഷ്യരാശി ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് സാംസ്കാരികമായ ഒരു എന്താണ് റിഫൈനിങ്, നമ്മളെ ശുദ്ധീകരണം, സാംസ്കാരിക ശുദ്ധീകരണം നടന്നതിന് ശേഷം ഇക്കാലം കിട്ടുന്ന മനുഷ്യത്വമാണ്. അപ്പോൾ പണ്ട് പലതും ശരിയായിരുന്നത് എന്ന് ഇപ്പം ശരിയല്ല. പണ്ട് ശരിയായിരുന്നത് അത് ആ കാലങ്ങളിൽ അത് പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഇപ്പം ശരിയല്ല. ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ഇപ്പോൾ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ പരിഗണനാ വിഷയമാണ്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും തമ്മിലുള്ള തുല്യ അവകാശം. പണ്ട് 10,000 കൊല്ലം മുമ്പ് ഇതത്ര റെഫറൻസ് ഉള്ള പോയിൻ്റ് അല്ലായിരുന്നു. അപ്പോൾ പാപമെന്ന് പറയുന്നത് എന്താണ്? മനുഷ്യത്വത്തിനെതിരെ ഉണ്ടാകുന്ന കാര്യം. മനുഷ്യത്വത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് ഓരോരോ കാലങ്ങളിൽ റിഫൈൻ ചെയ്ത് വരുന്ന മനുഷ്യത്വങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്, അതിനെ വ്യത്യസ്തമായ ദൈവിക ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുമ്പോഴാണ് ഒരു മിസ്സിങ് ദ മാർക്ക് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിനെ മനുഷ്യനെ ഇങ്ങനെ മനുഷ്യത്വത്തിന് വിരുദ്ധമായി ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങളിലേക്ക് മനുഷ്യൻ ചാഞ്ഞു നിൽക്കുമ്പോൾ സംഭവിച്ചു പോകുന്ന ഇന്നബിലിറ്റീസ്, അതിൻ്റെ ഒരു കുറവുകൾ, ഇത് പരിഹരിക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് ഒരു പരിധിവരെ പറ്റത്തുള്ളൂ, അല്ലേ? അതിന് നമുക്ക് ജുഡീഷ്യറി ഉണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പോലീസ് സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ ലെജിസ്ലേറ്ററുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലെല്ലാം നമുക്കറിയാം ആ വിധി ശരിയായില്ല എന്നെന്തുകൊണ്ടാണ് ചെറിയ പറഞ്ഞത്? ആ വിധി ശരിയായില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അതിനകത്ത് എന്തോ ഒരു നീതിയുടെ ഒരു കുറവുണ്ടെന്ന് പൊതുജനങ്ങൾക്ക് തോന്നുമ്പോഴാണ്. അപ്പോൾ ഒരിക്കലും ഈ മനുഷ്യരാശിയെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ കോടതികൾക്കും എല്ലാ കാലത്തും വിധി പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള പരാധീനതയും പരിമിതികളും അവിടെയും ഒരു മനുഷ്യനാണ് പ്രവർത്തിക്കുന്നത്, അതുണ്ടാവും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന എവിടെയാണ്? ഈശോ പറഞ്ഞത് എന്താണ്? വിധിയെല്ലാം മനുഷ്യപുത്രന് വിട്ടേക്കാൻ പറയും. കാര്യം ലോകത്തിലെ കോടതിയിലുണ്ടെങ്കിൽ ശരി, അത് ചിലപ്പോൾ പാളിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഫാക്ട്സുകൾ കിട്ടാനുള്ള ഫാക്ട്സുകൾ ചിലപ്പോൾ ഒളിക്കപ്പെടും, ചിലപ്പോൾ കൊടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ വിധികൾക്കെല്ലാം ചില സമയത്ത് ഒരു മുടന്തനൊക്കെ കാണാൻ ചില പെർഫെക്റ്റ് വിധികളായിരിക്കും. പക്ഷേ എന്തായാലും ശരി, ഒരു പക്ക ആൻസർ അല്ല ഇതൊന്നും. അപ്പം അതുകൊണ്ട് പാപവും മനുഷ്യന് സമ്പൂർണ്ണമായ പരിഹാരം അറിയാൻ കഴിയണത് ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വിധിയെല്ലാം മനുഷ്യപുത്രനെ വിട്ടേക്കാൻ പറയും. കാര്യം എന്താണ്? വിധിയാളനായി വരണത് മനുഷ്യപുത്രൻ. അക്കാലങ്ങളിലാണ് കള ഏതാണ് വിള ഏതാണെന്നൊക്കെ പറയണത്. കള ഏതാണ് വിള ഏതാണെന്നൊക്കെ പറയണത്. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയമുള്ളതുകൊണ്ട് ക്രിസ്തുവിനെ മസ്റ്റ് ആക്കുന്നത് എന്താണ്? പാപമാണ്, പാപ സാഹചര്യങ്ങളാണ്. അഥവാ ക്രിസ്തുവിനെ മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമായി മാറാനും ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്ക് ക്രിസ്തു, അതാണ് ഇന്ന് വരെ ഈശോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് നിങ്ങൾ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? അത് എക്കാലത്തോടുമുള്ള ഒരു വെല്ലുവിളിയാണ്. കാര്യം അത്രയും തീർപ്പോടു കൂടി പറയാൻ ലോകത്തിലുള്ള ഒരു മതസ്ഥാപകനെയും പറ്റത്തില്ല. കാര്യം ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കപ്പെടുന്ന ആധ്യാത്മിക ബിംബങ്ങൾക്ക് പലപ്പോഴും അക്കാലങ്ങളിലുണ്ടാകുന്ന പ്രിമിറ്റീവായിട്ടുള്ള മനുഷ്യത്വമാണ് പലപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കാലം സഞ്ചരിച്ച് കഴിയുമ്പോൾ അങ്ങനെയുള്ള മൂല്യങ്ങൾ അവർ മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ ചിലപ്പോൾ കാലഹരണപ്പെട്ടു പോകും. ക്രിസ്തു അപ്പോഴും കാലഹരണപ്പെട്ടു പോകാതെ ഇരിക്കാൻ കാരണം അതാണ് ക്രിസ്തു എന്നും നിലനിൽക്കുമെന്നല്ലേ പറയുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 12:34. അപ്പോൾ ജനക്കൂട്ടം ഏറ്റു പറഞ്ഞ് അവനോട് ചോദിച്ചു ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ദൈവവചനത്തിന്റെ ഒരു നിലപാട് ക്രിസ്തു എന്ന് പറയുന്ന ആ അഭിഷേക ദൈവിക യാഥാർത്ഥ്യം, ദൈവസത്വം കാലത്തിൻ്റെ ഒപ്പം ഇങ്ങനെ നിലനിൽക്കും. അപ്പോൾ ക്രിസ്തുവിലാണ് എല്ലാം സംസ്കരിക്കപ്പെടുന്നതും വിശുദ്ധീകരിക്കപ്പെടുന്നതും. അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ധ്യാന വിഷയം ക്രിസ്തുവാണ്. കാര്യം എന്താണ്? ഉടമ്പടിയുടെ ലക്ഷ്യം, പരമമായ ലക്ഷ്യം എന്താണ്? ക്രിസ്തു രൂപപ്പെടുത്തി വരിക എന്നുള്ള. ക്രിസ്തു രൂപപ്പെട്ടു വരാൻ
സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ആരാധന. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ കുഞ്ഞുമക്കളെ, എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. Praise the Lord. അപ്പോൾ ക്രിസ്തു ഫോം ചെയ്യുക എന്നുള്ളത് ഒരു പ്രക്രിയയാണ്. ക്രിസ്ത്യാനി എപ്പോഴും, പ്രത്യേകിച്ച് ഉടമ്പടി ധ്യാനത്തിലിരിക്കുന്നവരെ, നിങ്ങൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ആൾക്കാരാണ് ആധ്യാത്മികതയിൽ. കാരണം ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ ലക്ഷ്യം വെക്കുന്ന ഒന്നാമത്തെ നിയോഗം എന്താണ്? ക്രിസ്തു തന്നെയാണ്. കാര്യം ക്രിസ്തുവിനെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ അവൻ എല്ലാം, കാര്യം നമ്മൾ ആദ്യം അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ, ക്രിസ്തു എല്ലാമാണെന്ന്. കാര്യം എന്താണ്? ഇപ്പോൾ കൊളോസ്യസിൻ്റെ 3:11 ഇടയ്ക്ക് നമ്മൾ പറയുന്ന ഉടമ്പടിയുടെ ബേസ്മെൻ്റാണത്. എന്താണ്? ക്രിസ്തു എല്ലാമാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, എല്ലാം. കൊളോസ്യസ് 3:11 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ രഹസ്യമായ യേശുക്രിസ്തുവിനെ ഉടമ്പടിയിലൂടെ അതിന്റെ പദ്ധതി പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നേടിയെടുക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ വിഷയം വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഉടമ്പടിയിൽ വെക്കാതെ തന്നെ ചില കാര്യങ്ങൾ, വെക്കാത്ത കാര്യങ്ങൾ അവർ പിന്നീട് ഉടമ്പടി ചെയ്യണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി ഇവിടെ വന്നായിരുന്നു. എനിക്ക് ആ സാക്ഷ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താ പ്രശ്നം വെച്ചാൽ അവിടെ വിഷയം, അവർ ജസ്റ്റ് കൃപാസനം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വിസിറ്റ് ചെയ്യാൻ, അതായത് പോകുന്ന വഴിക്ക്, ഈ വഴിക്ക് ഇതിലെ പോകുമ്പോൾ അവർ ഇതിലൂടെ ഒന്ന് കയറിയതാണ്. എന്നിട്ട് ആൾക്കാരൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് കേട്ട് കയറി അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ സ്തുതിക്കട്ടെ, നിങ്ങൾ ആരാധന കൂടുന്നവർ അച്ഛന് കർത്താവ് തരുന്ന വചനങ്ങൾ അനുസരിച്ചാണ് ആരാധന മുന്നോട്ട് പോകുന്നത്. അതിനുള്ളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കും. നമ്മൾ ഇത് കംപ്ലീറ്റ് ഒരു ജനപ്രഘോഷണ ആ രീതിയിലുള്ള ധ്യാനമല്ല ഉടമ്പടി ധ്യാനം. ഉടമ്പടി ധ്യാനത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയുണ്ടാവും, സ്തുതിപ്പുണ്ടാവും, ആരാധനയുണ്ടാവും, വചനമുണ്ടാവും, വ്യാഖ്യാനമുണ്ടാവും. അങ്ങനെ കർത്താവിൻ്റെ കൂടെയാണ് നമ്മളിത് സഞ്ചരിക്കുന്നത്. അതുപോലെ ഈ സമയത്ത് വലിയ അഭിഷേകങ്ങൾ ഉണ്ടാകാനുള്ള അതുകൊണ്ടാണ് ഉടമ്പടിയിലൊക്കെ ഭയങ്കരമായ സമയത്ത് ദർശനങ്ങൾ വരേണ്ടതിൻ്റെ കാര്യം ഇതാണ്. കാര്യം ഇതിൻ്റെ ഈ ഒരു പ്രസംഗമായിട്ടല്ല ഇത് പോകുന്നത്. ഇത് മറിച്ചൊരു ദൈവാരാധന, ദൈവജനാരാധനയായിട്ട് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയുണ്ടാകണം. ഇപ്പം ഞാൻ പറഞ്ഞ ജിൻസി ടോമിയുടെ കാര്യമാണ് പറഞ്ഞത്. ജിൻസി ടോമി ഇതിലെ പോകുന്ന സമയത്ത് ഹസ്ബൻഡുമായിട്ട് ഇവിടെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ പോകുന്നത് കണ്ട് അവിടെ കൂടെ വന്നതാണ്. അവർ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ അവർ അമ്മയോട് പറഞ്ഞു, അമ്മേ 5 വർഷമായിട്ട് എനിക്ക് മക്കളില്ല. അവരുടെ പടി ചെയ്തിട്ടില്ല, അവർക്കറിയത്തില്ല. പക്ഷേ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. കയറി 5 വർഷമായിട്ട് അവർ മക്കളില്ല. അവർ മടുത്ത് മരുന്നൊക്കെ ഒഴിവാക്കി അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ, ഇനി മക്കളില്ലാണ്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെ അറിയാതെ പകച്ച് നിൽക്കണം ജീവിതത്തിൽ. ഈ പകപ്പോടു കൂടിയാണ് അവർ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. പക്ഷേ പകപ്പോടുകൂടി നോക്കുമ്പോൾ അത് പകപ്പിനെ പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള കഴിവ് അവർക്കുണ്ട്. അതാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. പകപ്പുണ്ട്, ജീവിതത്തിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ആളാണ്. ചില ആൾക്കാർ കടത്തിന് മുമ്പിൽ പകച്ചു നിൽക്കും, ചിലർ രോഗത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കും, ചിലർ ഉറ്റവരുടെ മരണത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആകസ്മിക വിയോഗത്തിൽ പകച്ചു നിൽക്കും. അപ്പം ജീവിതത്തിൽ നമുക്ക് പകച്ചു നിൽക്കും. നമ്മൾ പലപ്പോഴും, ഞാനും പല സമയത്ത് പകച്ചു നിന്നിട്ടുണ്ട്. അക്കാലങ്ങളിലെല്ലാം രാത്രികളിലെപ്പോഴും ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മൾ ജീവിച്ചാലും, ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഇതാണ്, നമുക്ക് പണി കിട്ടുമെന്നാണ്. അതായത് എങ്ങനെ, ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ, എങ്ങനെ നമ്മൾ തട്ടലും മുട്ടലും ഇല്ലാതെയൊക്കെ പോകണമെന്ന് വിചാരിച്ചാലും തമ്പുരാൻ നമുക്കൊരു പണി തരും. അത് ദൈവത്തിൻ്റെതായിട്ട് തരുന്ന, അതായത് ദൈവത്തിൻ്റെ കാര്യം. ബുദ്ധിമോശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമോശം വളരെ ചിന്തിച്ചും ആലോചിച്ചും അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയും അതിൻ്റെ പ്രോയും കോന്ത്രായും അതിൻ്റെ സൈഡ് എഫക്ട്സും പാർശ്വഫലങ്ങളൊക്കെ ഞാൻ ഹരിച്ചും കുണിച്ചും ഒക്കെയാണ് ഓരോ കാര്യങ്ങൾ പതുക്കെ ചെയ്യണത്. അങ്ങനെ ചെയ്താലും പണി കിട്ടും ചില സമയത്ത്. ആ പണി കിട്ടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ്, ഇത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഓരോ വിളിയാണ്.
ദൈവ വിളി പലതരത്തിലുണ്ട്. ദൈവം ഇങ്ങനെ ഓട്ടോറിക്ഷ മൈക്കും കെട്ടി എല്ലാവരെയും ഒന്നും വിളിക്കത്തില്ല, ആരെയും വിളിക്കത്തില്ല. ദൈവം എങ്ങനെ വിളിക്കണത്? തൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ക്രമീകരിക്കും. ചില പൊട്ടന്മാർ വരത്തില്ല, ചിലർ വരും, ചിലർ വന്നാൽ പോകത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ ദിവസത്തെ ആൾക്കാർ വ്യാപരിക്കുന്നത്. ചിലർ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും വരത്തില്ല, വരാൻ തോന്നത്തില്ല. കാര്യം അവർക്ക് അങ്ങനെ ഒരു പ്രത്യാശയില്ല, അങ്ങനെ ഒരു വിശ്വാസമില്ല. ഇപ്പം ജെൻസി ടോമിയുടെ വിഷയം എന്താണ്? അവളുടെ വന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കിയാൽ മാതാവിനോട് പറഞ്ഞ അമ്മയെ 5 കൊല്ലമായിട്ട് എനിക്ക് മക്കളില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല, അമ്മ എനിക്ക് കുഞ്ഞിനെ തരണം. ദാറ്റ്സ് ഓക്കെ. അവളോടൊപ്പം എടുത്തിട്ടില്ല, അമ്മയുടെ മുഖത്തേക്കതേ പറഞ്ഞുള്ളൂ. പക്ഷേ വിത്തിൻ അടുത്ത പീരീഡ്സ് കഴിയുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആവും. അത് ലൈറ്റ്നിങ് ആയിട്ടാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചില സമയത്ത് നമുക്ക് ഞെട്ടിപ്പോവും. ഈ മിന്നൽ വരണ പോലെ അനുഗ്രഹങ്ങൾ വരും, അറിയത്തില്ല. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾ അടുത്ത കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോൾ അവൾ ഉടമ്പടി ചെയ്തു. അടുത്ത ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ച്, അമ്മ കൊടുത്ത കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അവൾ വീണ്ടും അപ്പോൾ പിന്നെ ഉടമ്പടി ചെയ്ത് വെച്ചും. കാര്യം ആദ്യം കിട്ടിയ കുഞ്ഞിനെ പെൺകുഞ്ഞായിരുന്നു. അപ്പോൾ അവൾക്കൊരു ആൺകുഞ്ഞിനെ വേണം, അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് അവൾ ഉടമ്പടി ചെയ്യും. ഡിജിറ്റോമിക് അങ്ങനെ ശരിയാണ്. അപ്പോൾ ഉടമ്പടി ചെയ്തിട്ട് അവൾ ആദ്യം എഴുതും, എനിക്ക് ആൺകുഞ്ഞിനെ വേണമെന്ന് എഴുതും. അതാണ് എൻ്റെ രീതികൾ പോണ രീതി വെക്കണം. അപ്പോൾ അവൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ഫെയ്ത്തിനേക്കാളും കുറച്ചുകൂടി ഫെയ്ത്തും വിശ്വാസവും പ്രത്യാശയും ജെൻസിയിൽ വളർന്ന്. എന്താണ്? ഞാൻ വെറുതെ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് കുഞ്ഞിനെ തന്നു. അപ്പോൾ ഞാനിനി എന്താ ചെയ്യണത്? ഇനി ഞാൻ അമ്മയോട് ഞാൻ ആൺകുഞ്ഞിനെ തന്നെ പെർട്ടിക്കുലറായിട്ട് ചോദിക്കും. അതിന് ഇനി ഞാൻ പ്രസവിച്ച് കഴിയുമ്പോൾ പെൺകുഞ്ഞായി പോവുക ആൺകുഞ്ഞായി പോവുക അതിനെക്കുറിച്ച് ബോധമില്ല. കാര്യം ഇക്കാലങ്ങളിൽ എല്ലാവർക്കും പണ്ടത്തെ കാലമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ ഇക്വാലിറ്റിയുടെ കാലമായത് കാരണം എല്ലാം ദൈവദാനമാണെന്ന് മനസ്സിലാക്കും. പണ്ട് പെൺകൊച്ചുങ്ങളാണെന്ന് വെച്ചാൽ ദൈവദാനമാണെന്ന് മനസ്സിലാകത്തില്ല. ഇന്ന് മനസ്സിലാക്കി. ഇതാണ് ഞാൻ മനുഷ്യത്വം വളരണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇതാണ് മനുഷ്യത്വം കാലത്തിനൊപ്പം വളരുന്നു. എങ്കിലും ഒരു പെൺകുഞ്ഞുള്ള വീട്ടിൽ ഒരു ആൺകുഞ്ഞ് ഉണ്ടാകുന്നത് ഒരു ബാലൻസ് കീപ്പിംഗ് ആണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ് കീപ്പിംഗാണ്. അപ്പോൾ അവൾ അത് ചോദിച്ചു, എനിക്കൊരു മകനെ വേണം. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടേതായിട്ട് അമ്മ കൊടുത്തിരിക്കുന്നത് ആൺമകനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 കുഞ്ഞുങ്ങളെയും കിട്ടിക്കഴിഞ്ഞാൽ അവൾ രണ്ടാമത് സാക്ഷ്യം പറയാൻ വേണ്ടി വരണത്. ദാറ്റ് മീൻസ് ഉടമ്പടിയുടെ ഒരു റേഞ്ച് ഇതാ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇത് വിശദീകരിച്ച് എല്ലാ ദിവസവും തന്നെ 10ഉം 15ഉം ഒക്കെ സാക്ഷ്യങ്ങൾ വരും. അതിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്കിതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന സാക്ഷ്യങ്ങളായിരിക്കും. വ്യാഖ്യാനിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ വചനമാണ്, അതായത് ഗലാത്യർ 3:22. ഒന്നിന് വായിച്ചുള്ളത്, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. അപ്പൊ ഇതിൻ്റെ വരുന്നൊരു വിഷയം വാഗ്ദാനം പ്രാപിക്കുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കൊളോസ്യസിന്റെ ഗലാത്യന്റെ 3:22 വിശ്വാസം വഴിയാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ജെൻസി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൻസിയുടെ കേസ് ഹിസ്റ്ററി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ നമ്മൾ ആദ്യം കണ്ടില്ലേ കൊളോസ്യൻസിന്റെ 3:11 എന്താ പറഞ്ഞത്? യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഇവക്കില്ല, കിട്ടാത്ത കുട്ടി എവിടെ ഉണ്ട്? യേശു ക്രിസ്തുവിൻ്റെ ദാനത്തിലുണ്ട്. കർത്താവിൻ്റെ നമ്മളെപ്പോഴും പറയും, എനിക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് കുഞ്ഞിനെ തന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ജോലി കിട്ടി, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ക്ഷീണം മാറി എന്നല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങളെന്താ പറയേണ്ടത്? ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ക്രിസ്തുവിനെ കിട്ടിയെന്നാണ്. ക്രിസ്തുവിനെ എന്തിൻ്റെ രീതിയിൽ? ചിലപ്പോൾ ജോലിയുടെ രീതി കിട്ടും, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ രീതി കിട്ടും, ചിലപ്പോൾ സൗഖ്യത്തിൻ്റെ രീതി കിട്ടും. പക്ഷേ എന്താ കാര്യം? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അതിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളുമുണ്ട്. എല്ലാ ആവശ്യങ്ങളും. ക്രിസ്തുവിൻ്റെ വേറൊരു പേരെന്താണ്? ദൈവരാജ്യം. ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ആരതുപോലെ നിറവേറ്റിയാൽ അവൻ ദൈവരാജ്യത്തിലാവും. ഈ ഉടമ്പടിയുടെ ഒരു ഗുണമെന്ന് പറയണത്, ഇതിനേക്കാളും നല്ലൊരു പ്രാർത്ഥന ഇനി ദൈവത്തിനെ വെളിപ്പെടുത്താൻ പറ്റുമെന്നറിയത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ അനന്തമായ കഴിവിനെ പരിമിതപ്പെടുത്തി പറയുകയല്ല. കാര്യം ഇതിൻ്റെ സാരസംഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും എന്ന് പറഞ്ഞേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതെന്താ? അത് ആദ്യം, അതായത് ഇപ്പോൾ നമ്മുടെ മത്തായി ശ്ലീഹയുടെ സുവിശേഷം ഉടമ്പടിയുടെ ഒരു ഭയങ്കര ആക്സ് വേർഡാണത്. അക്ഷമായിട്ടുള്ളൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ 6:33, 32 പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഇതിൻ്റെ. അതായത് ആദ്യം മനുഷ്യൻ ക്രിസ്തുവിന് റെഫറൻസ് കൊടുക്കണം. എന്താണ്? ദൈവരാജ്യത്തിന്. ആദ്യം നിങ്ങൾ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഇഷ്ടം. ഇപ്പം നമ്മുടെ ഇഷ്ടം നമ്മൾ കൺവേ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ വാക്കിലൂടെയാണ്, അല്ലേ?
ഇപ്പം ചില പറഞ്ഞു മനസ്സമ്മതത്തിന് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പെൺകുട്ടികൾ പണ്ടത്തെ കാലത്താണെങ്കിൽ, ഇപ്പോഴത്തെ കാലത്തെ രീതിയല്ലേ ഞാൻ പറഞ്ഞത്, ഒരു 10-20 കൊല്ലം മുമ്പാണെങ്കിൽ ഈ ചെക്കൻ കാണുക പെണ്ണ് കാണുക പോകുന്ന ചടങ്ങില്ലേ, അപ്പോഴൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറുക്കന് ഇഷ്ടപ്പെട്ടാ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മിണ്ടത്തില്ല പെൺകുട്ടികൾ. എന്താ മിണ്ടാത്തതിൻ്റെ കാര്യം? അപ്പോൾ അവർ മുതിർന്ന കാർന്നവന്മാരെന്താ ചോദിക്കണത്, നീ വാ തുറന്ന് സംസാരിക്ക്, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ, അതാ നിനക്ക് വേറെ വല്ലവരും ഉണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാത്ത കൊണ്ടാണ്. മനസ്സിലിരിപ്പ് അറിയണത് എങ്ങനെയാണ്? സംസാരത്തിലൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് നമ്മളറിയണത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സംസാരത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ സംസാരം നമുക്ക് എവിടെ നിന്ന് കിട്ടും? കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണ്. അപ്പോൾ ഈ വചനമെന്ന് പറയുന്നത് എക്സാക്റ്റായിട്ട് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്. ഇത് ആരാണ് നടത്തണത്? അയാൾ ദൈവരാജ്യത്തിലാവും, എന്ന് വെച്ചാൽ ക്രിസ്തുവിലാകും. അപ്പോൾ വചനം എപ്പോഴും നടപ്പെന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം നടപ്പിൽ വരുത്താനുള്ള വിവേചന ശക്തിയും അതിന്റെ കൊതിയും എന്റെ കഴിവും എനിക്ക് നൽകണമേ. അതിനാൽ അതുവഴി ഞാൻ ഈശോയെ അനുഭവിക്കാൻ ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധന.